എൻ്റെ 4ാമത്തെ ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രസ്സ് എടുക്കേണ്ടത് യുകെയിലെ ന്യൂ ലുക്ക് എന്ന് പറയുന്ന ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ ഡ്രസ്സിങ്, അതായത് ചേഞ്ച് ചെയ്യുന്ന സ്ഥലം കണ്ടോ, ഇവിടെ കഥകും പൂട്ടും ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു കർട്ടൻ മാത്രമേ ഉള്ളൂ. കർട്ടൻ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം പോലും ഇല്ല. എന്ത് വിശ്വസിച്ചിട്ടാണല്ലേ നമ്മൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്തതിൽ ഒരു ഡ്രസ്സ് ഞാൻ അങ്ങോട്ട് നോക്കി. അപ്പോൾ ആനിവേഴ്സറിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സായി. ഇനി നമുക്ക് കുറച്ച് അലുക്കുലുത്ത് സാധനം. ദിവസം കൂടി ഇന്ന് കുറച്ച് വെയിലും വെട്ടമൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പുറത്ത് നിറയെ ആളാണ്. ഇതാണ് കോവൻട്രി സിറ്റി സെന്റർ. ഞാനൊരു 100 തവണ എങ്കിലും എൻ്റെ പല റീലുകളിലും ഈ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാർഡാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റിയ ഒരു കാർഡ് കേട്ടോ. ഞാൻ ആദ്യമേ ഒരു ഷോപ്പിൽ കയറി, പക്ഷെ അവിടെ കാർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹോം ബാർഗൻസിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയി നോക്കിയിട്ടും എനിക്ക് കാർഡൊന്നും കിട്ടിയില്ല. ഫാദേഴ്സ് ഡേ അടുപ്പിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഫാദേഴ്സ് ഡേയുടെ കാർഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബർത്ത്ഡേ കാർഡും ഈ വെഡിങ് ആനിവേഴ്സറിയുടെ കാർഡൊന്നും അവിടെ ഒരെണ്ണം പോലും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അരിച്ചു പേർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ കാർഡ് കാണുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു കൗതുകം. ചിലപ്പോൾ എൻ്റെ ചിന്ത കുറച്ച് ഇടുങ്ങിയതായിരിക്കും കേട്ടോ. പക്ഷേ എങ്കിലും സ്റ്റെപ്പ് ഡാഡെന്ന് എഴുതാതെ ഡാഡെന്നങ്ങ് എഴുതിയാൽ പോരെ അല്ലേ, ഞാൻ അങ്ങനെ ചിന്തിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴത്തേക്കും ഞാൻ കാർഡ് മാത്രമുള്ള ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഒന്നും കൂടെ നോക്കിയില്ല, അപ്പം തന്നെ അങ്ങോട്ട് അവിടെ ഏത് കാർഡ് വേണം എന്നവർ ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു. കാര്യം അവിടെ ഇല്ലാത്ത കാർഡില്ല. ഡാഡ്, മമ്മ്, ഇൻലോസ്, ബാക്കി ഫ്രണ്ട്സ്, അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും ആർക്കും ഏത് ഒക്കേഷനുള്ള സംഭവങ്ങൾക്ക് കൊടുക്കാനുള്ള കാർഡ് നമുക്ക് ഫോർ മൈ ലവ് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി കാർഡ് ഇതാണല്ലോ വേണ്ടത്. ഞാൻ ഇങ്ങനെ പയ്യെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു വെഡിങ് ആനിവേഴ്സറി. കണ്ടപ്പോൾ ഞാൻ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാര്യം ഒരു ഇഷ്ടം പോലെ കാർഡ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഇങ്ങനെ ഹസ്ബൻഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാർഡ് എനിക്ക് വേണമെന്നും ഇല്ല. അപ്പം ഞാനൊരു കാർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് എടുത്തു കേട്ടോ. അപ്പോൾ അതേണ്ട ഇതാണ് ആ കാർഡ്. അങ്ങനെ ഇനി നമുക്ക് ഇനി വീട്ടിൽ പോവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കാർഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ല, ഞാൻ ഗിഫ്റ്റൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഏതാണെന്നുള്ളതും എന്താണ് കൊടുത്തതും എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുള്ളൂ. ബൈ.